പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ശങ്കരൻ ചോദിക്കുകയാണ്, സത്യസന്ധമായ ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം, നീ കാരണമാണ് വേദ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, ഞാൻ കാരണം തന്നെയാണ് അവളിങ്ങോട്ട് വന്നത്. എന്നെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞാൻ അവനെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ഓരോ വട്ടവും രക്ഷപ്പെട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എന്തായാലും വേദ അവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവരുടെ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി അച്ഛനല്ലേ പറഞ്ഞത് അവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എങ്ങനെ ആയാലും ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല വേദയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശങ്കരനാണെങ്കിൽ മുഖത്തൊരൊറ്റ അടി കൊടുക്കുവാണ്. വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോൾ ശങ്കരൻ്റെ കൈ പിടിച്ചെടുത്തിട്ട് പറയാണ്, അച്ഛൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം ഞാനേ പിന്നെ തരാം. ഇപ്പം അതിനു മുമ്പ് ഇതിനകത്തുനിന്ന് ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഒരു കൊലയാളിയെ ഞാൻ പിടിച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞ് മുകളിലോട്ട് പോരുമ്പോഴത്തേക്ക് വേദ ഇറങ്ങി വരികയാണ്. അപ്പം വേദ പറയുകയാണ്, അയാൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അയാൾ പറയുമ്പോൾ വേറൊരാളുടെ പേരും കൂടെ പറയണമെന്ന് പറയാണ്. അപ്പോഴാണ് ശ്രീകാന്ത് ചിരിച്ചോണ്ട് പറയാണ്, അതൊക്കെ പിന്നെ പറയാം, മുറി ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഇവിടെ പോലീസ് അന്വേഷിച്ച് നടക്കുന്ന കൊലയാളി നിൻ്റെ മുറിയിൽ നിന്ന് കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് മുകളിലോട്ട് പോവുകയാണ്. വേദ പോകാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ പിടിച്ചു മാറ്റിയിട്ട് കയറി പോവുകയാണ്. അങ്ങനെ ഓടി മുറി ചെല്ലുകയാണ്. മുറിയിലെല്ലാം നോക്കുകയാണ്. മുറിയിലൊന്നും നോക്കുമ്പോഴത്തേക്ക് കാണുന്നില്ല. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ ടെറസിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നോക്കിയിട്ട് കാണാതിരിക്കുമ്പോൾ വേദ പറയണം, മര്യാദയ്ക്ക് മുറിയിൽ നിന്ന് ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ തള്ളി മുറിക്ക് പുറത്തിറക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിൻ്റെ അവകാശത്തിലാണ് ഇവിടെ വന്ന് കയറിയത്? ഇത് എൻ്റെ മുറിയാണ്, എൻ്റെ പ്രൈവസിയാണ്, നിങ്ങളെന്തിനാണ് ഇവിടെ കയറിയെന്ന് പറയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഗുണ്ടയുണ്ടല്ലോ, ആ ഗുണ്ടയുടെ കുഞ്ഞുങ്ങളെ തന്നെ പ്രസവിക്കാൻ ഞാൻ തീരുമാനിച്ച്. ആ ഗുണ്ട നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഭേദമാണ്, നിങ്ങൾ പക്ക ക്രിമിനലാണ്, നിങ്ങളൊക്കെ പോലൊരു ക്രിമിനൽ വേറെ ആരും കാണത്തില്ല എന്ന് പറയണം. അപ്പോഴത്തേക്ക് നീ എന്നെ ക്രിമിനലിനെ വിളിച്ചോ, നീ അവൻ്റെ കുഞ്ഞിനെ തന്നെ പ്രസവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ അടിക്കുകയാണ്. ബസ്സിൻ്റെ പുറത്ത് നിന്ന് വിക്രം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ശങ്കരൻ വന്ന് പിടിക്കുന്നുണ്ട്. ശങ്കരനെയും പിടിച്ച് തെള്ളി അവൻ ശ്രീകാന്ത് ആകപ്പാടെ ബഹളമാണ്. വേദ വീണ്ടും പറയാണ്, നിങ്ങളിനി എന്ത് പറഞ്ഞാലും ഞാൻ വിക്രത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കും, വിക്രത്തിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായി ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് എടുത്ത് വേദയെ അടിക്കാനായിട്ട് ഇങ്ങനെ പൊക്കുവാണ്. അപ്പോഴത്തേക്ക് വിക്രം വന്ന് ചവിട്ടി അങ്ങ് ഇടുകയാണ്. വിക്രം മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഞെട്ടുന്നുണ്ട്. റേവണ ശ്രീകാന്തിനെ എടുത്തിട്ട് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ഫ്ലവർ വേസ് എടുത്ത് അടിക്കാൻ ഒരുങ്ങുമ്പോൾ വേദ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛാ പോലീസിനെ വിളി എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഒരു പോലീസിനെയും വിളിക്കുന്നില്ല. അപ്പം വേദ ശങ്കരൻ്റെ അടുത്ത് പറയാണ്, ഞാൻ വിക്രത്തെ ഇവിടെ താമസിപ്പിച്ചു, അത് സത്യമാണ്. പക്ഷേ എനിക്ക് ആരോടും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഒരു നിരപരാധിയെ രക്ഷിക്കാൻ മാത്രമേ ഞാൻ ചെയ്തോളൂ. പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാരണം എന്താണെന്ന്. ഇയാൾ വിക്രത്തിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. എനിക്ക് അന്നേരം അവർ പറയുന്ന കേൾക്കുകയല്ല, വേറെ മാർഗ്ഗമില്ല. ഇവർ വിചാരിച്ച് അവർ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാളുടെ മുഖം മൂടി ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വലിച്ചു കീറുന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയുകയാണ്. ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ വിക്രം എന്ന് പറയുന്നത്, ഞാൻ വരുണിനെ കൊന്നിട്ടില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനല്ല ചെയ്തതെന്ന് പുളിക്കന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം പുളിക്കനും കൊല്ലപ്പെട്ടു. അപ്പം തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ എന്നെ പ്രതിയാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാരാണെന്നും അതിന് ആരാണ് ശ്രമിക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. വേദ പറയാണ്, എനിക്ക് കുറച്ച് തെളിവും കൂടെ കിട്ടാനുണ്ട്. ആ തെളിവും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഈ വീട്ടിൽ ഒരു വട്ടവും കൂടെ വരും എന്ന് പറയാണ്. ഇയാൾക്കെതിരെ വാദിച്ച് ഇയാളെ ഞാൻ ജയിലിലാക്കുമെന്ന് വേദ പറയാണ്. എൻ്റെ അച്ഛനാണ് സത്യമെന്നും പറയുകയാണ് വേദ. വിക്രം പറയാണ്, എന്തായാലും ഒരു തെളിവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ തെളിവായിട്ട് ഞാൻ ഒരു ദിവസം വരും, വന്നിട്ട് സാറിൻ്റെ മുന്നിൽ എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എന്ന് വിക്രം പറയാണ്. അപ്പോഴത്തേക്ക് ശങ്കരനാണെങ്കിൽ വിക്രം പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛാ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ, ഇവിടെ ഉണ്ടെന്ന് പറയച്ചാ, ഇവനെ പിടിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാണ്. വിക്രം പറയാണ്, എനിക്ക് കുറച്ച് ദിവസവും കൂടെ ഒന്ന് മാറി നിൽക്കണം, അത് കഴിയുമ്പോൾ ഞങ്ങൾ വരും. കുറച്ച് തെളിവും കൂടെ ശേഖരിക്കാനുണ്ട്, എല്ലാ തെളിവുമായിട്ട് ഞങ്ങൾ വരും, അതുവരെ ഞങ്ങളെ ആരും തിരക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോവുകയാണ്. വിക്രവും വീതവും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ വീണ്ടും ശ്രീകാന്ത് കിടന്ന് ബഹളം വെക്കുവാണ് പോലീസിനെ വിളിക്കാൻ. അപ്പോൾ ശങ്കരൻ പറയാണ്, പോലീസിനെ ആരും വിളിക്കുന്നില്ല, അവൻ പറഞ്ഞിട്ട് പോയാൽ ഒരു സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 3-4 ദിവസവും കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിയുമ്പം അവൻ ആ കേസ് തെളിയിച്ച് കൊണ്ടുവരുമ്പോൾ പിന്നെ ഈ വീട്ടിൽ ഞാനോ നീയോ ഒരുമിച്ച് താമസിക്കത്തില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് ശങ്കർ ദേഷ്യം അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് ആണെങ്കിൽ വർഷയെ കണ്ണ് കാണിക്കുന്നുണ്ട് ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. എന്നിട്ട് എല്ലാവരും അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് വർഷ താഴെ വന്നിട്ട് അച്ഛനെ വിളിച്ച് ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രശേഖർ ഉടനെ സി എ വിളിക്കുകയാണ്. സി എ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അന്ന് ആ ജഡ്ജിയുടെ വീട്ടിൽ കയറിയിട്ട് എന്തോ നോക്കിയത്, അവിടുന്ന് തന്നെ വിക്രത്തെ കിട്ടി, ഭാര്യയുടെ മുറിയിൽ ഉറങ്ങി കഴിഞ്ഞുകൊണ്ടിരുന്നേ അവൻ എന്നും പറഞ്ഞുകൊണ്ട് സി എ കുറേ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും അവൻ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്, പിടിക്കാൻ ഇപ്പോൾ ഒരു അവസരം, എങ്ങനെയെങ്കിലും അവനെ പിടിക്കണമെന്ന് പറയാണ്. അങ്ങനെ
ഉള്ള സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞൊരവസ്ഥയിലാണ് ചന്ദ്രശേഖരൻ. ഈ സമയത്താണെങ്കിൽ അനിയൻകുട്ടനെയാണ് പിന്നെ കാണിക്കുന്നത്. അനിയൻകുട്ടനാണെങ്കിൽ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രാജേട്ടൻ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കുടിയടാ, ഇച്ചിരിയെങ്കിലും കുടിക്കുക, നീ ആരെ കൊല്ലുന്ന കാര്യമാണ് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുക ചെയ്യുന്നുണ്ട്. പക്ഷേ അനിയൻകുട്ടൻ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു വണ്ടി വന്ന് നിർത്തുകയാണ്. കുറേ ഗുണ്ടകൾ ഇറങ്ങി വന്ന് ജോസഫിനെ രാജേട്ടനെ അടിച്ച് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ജോസഫിനും രാജേട്ടനും നല്ല അടി കൊള്ളുന്നുണ്ട്. അങ്ങനെ അനിയൻകുട്ടനെയും കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ് കൊണ്ട് നിർത്തുകയാണ്.